ഇറാൻ ഒരു എളുപ്പമുള്ള ഇരയല്ലെന്ന കർശന മുന്നറിയിപ്പുമായി അമേരിക്കൻ ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്ൻ രംഗത്തെത്തിയിരിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിശ്വസ്തനായി അറിയപ്പെടുമ്പോഴും ഇറാനുമായുള്ള നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടൽ അമേരിക്കക്ക് താങ്ങാനാകാത്ത സാമ്പത്തിക സൈനിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് കെയ്ൻ വ്യക്തമാക്കുന്നു. ISIS-നെതിരെയുള്ള പോരാട്ടങ്ങളിലും 9/11 കാലത്തെ പ്രതിരോധ ദൗത്യങ്ങളിലും നേതൃത്വം നൽകിയ തന്റെ അനുഭവ പരിചയം മുൻനിർത്തിയാണ് ഇറാന്റെ സൈനിക ശേഷിയെ കുറച്ചു കാണരുതെന്ന് അദ്ദേഹം വൈറ്റ് ഹൌസിന് മുന്നറിയിപ്പ് നൽകുന്നത്. ഇറാന്റെ പരമാധികാരത്തിന് മേൽ വേണ്ടത്ര തയ്യാറെടുപ്പുകളില്ലാതെ നടത്തുന്ന ഏതൊരു നീക്കവും അമേരിക്കയുടെ പതനത്തിന് വഴിയൊരുക്കാമെന്ന യാഥാർത്ഥ്യമാണ് കെയ്ൻ ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത്. ഇറാനെതിരെയുള്ള യുദ്ധം അമേരിക്കക്ക് എളുപ്പത്തിൽ ജയിക്കാവുന്ന ഒന്നായിരിക്കില്ലെന്നും മറിച്ച് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടി വിനാശകരമായിരിക്കുമെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. ട്രംപിന്റെ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ മേഖലയിലെ സമാധാനം തകർക്കാമെന്ന സൈനിക നേതൃത്വത്തിന്റെ ആശങ്കയാണ് ഇതിലൂടെ പുറത്തുവരുന്നത്. വിരമിച്ച ശേഷം ട്രംപ് തന്നെ തിരികെ കൊണ്ടുവന്ന ഉന്നത പദവി നൽകിയ ജനറൽ കെയ്ൻ തന്നെ യുദ്ധസാധ്യതകളെ എതിർക്കുന്നത് ഭരണകൂടത്തിനുള്ളിലെ വലിയ വിള്ളലായിട്ടാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. നയതന്ത്രപരമായ നീക്കങ്ങളിലൂടെയല്ലാതെ ഇറാനെ നേരിടുന്നത് അമേരിക്കൻ താൽപര്യങ്ങളെ തകർക്കുമെന്നും ഇറാന്റെ പോരാട്ട വീരത്തെ അവഗണിക്കുന്നത് വലിയൊരു കെണിയിൽ ചെന്ന് ചാടുന്നതിന് തുല്യമാണെന്നും ഡാൻ കെയ്ൻ വിശ്വസിക്കുന്നു. വിരമിച്ച ശേഷവും വീണ്ടും സേവനത്തിലേക്ക് തിരികെ വിളിച്ച് 4 സ്റ്റാർ ജനറൽ പദവി നൽകിയ വ്യക്തി തന്നെ യുദ്ധസാധ്യതകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നത് വിഷയത്തിന്റെ ഗൗരവം വ്യക്തമാക്കുന്നതായാണ് കണക്കാക്കപ്പെടുന്നത്. ഇറാന്റെ പ്രതിരോധ ശേഷിയെ യഥാർത്ഥ ബോധത്തോടെ വിലയിരുത്തുന്ന കെയ്നിന്റെ സമീപനം നയതന്ത്രപരമായ പരിഹാരങ്ങളാണ് സംഘർഷം ഒഴിവാക്കാനുള്ള മികച്ച വഴിയെന്ന സന്ദേശം ശക്തമായി ഉയർത്തിക്കാണിക്കുന്നുണ്ട്. അതേസമയം ട്രംപ് ഈ മുന്നറിയിപ്പുകളെ പരസ്യമായി നിഷേധിക്കുന്നുണ്ടെങ്കിലും സൈനിക നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഈ വിയോജിപ്പ് ഇറാന്റെ ശക്തമായ പ്രതിരോധ നിലപാടുകൾക്കുള്ള അംഗീകാരമായാണ് പലരും കാണുന്നത്. ആത്യന്തികമായി വിവേകമില്ലാത്ത സൈനിക നീക്കങ്ങൾ ഒഴിവാക്കി നയതന്ത്രത്തിന് മുൻഗണന നൽകണമെന്ന സന്ദേശമാണ് കെയ്ൻ തന്റെ പ്രസ്താവനയിലൂടെ നൽകുന്നത്.